ജനജാഗ്രത സമിതി വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. ഇപ്പോ സമീപകാലത്ത് ഇങ്ങനെ വയോജനങ്ങളെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അത് നിങ്ങൾക്കൊരു സപ്പോർട്ട് കൂടിയാണ്. ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചപ്പോ നിങ്ങൾക്ക് ഒരു പിന്തുണ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇവരുടെ ജനജാഗ്രത സമിതിയുടെ പിന്തുണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി തോന്നുന്നുണ്ട? ഞങ്ങളുടെ കൂടെ ആരുണ്ട് എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട? ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോ നിങ്ങൾക്ക് എന്ത് പ്രശ്നം കാര്യങ്ങളുണ്ടെങ്കിൽ പോലീസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ജനജാഗ്രതാ സമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കുക. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് എപ്പോഴും വരാം. നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് വേണമെങ്കിൽ വരാം. നമ്മളെല്ലാവരും എല്ലാവരും തന്നെ കൂടി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളും ഇപ്പൊ വീട്ടിലായാലും നാട്ടിലായാലും സമൂഹത്തിലായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ചേശ്വരം പോലീസിനെ നിങ്ങൾക്ക് ഏത് സമയത്തും ഒരു ദിവസത്തിലായാലും ഏത് ദിവസത്തിലായാലും എപ്പോഴായാലും ഏത് അസമയത്തായാലും വന്നില്ല 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ പോലീസിന്റെ സഹായം ചോദിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പോലീസിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പോ സിന്തറ്റിക് ആയിട്ടുള്ള മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. MDMA പോലുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗം നമ്മുടെ ഈ സമൂഹത്തില് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗങ്ങളിൽ വളരെയധികം കൂടുതലാണ്. അപ്പോ അതിനൊക്കെ തടയിടാനായിട്ട് പോലീസിനെ സഹായിക്കുന്നത് നിങ്ങളുടെ കൂടി ചുമതലയാണ്. നിങ്ങളുടെ ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു കർത്തവ്യമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പോലീസിന് സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ പോലീസ് നിയമപരമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടികൾ സംഘടിപ്പിച്ച ജനജാഗ്രത സമിതിക്ക് എല്ലാവിധ ആശംസകൾ നൽകുന്നത് നിങ്ങൾക്ക് എല്ലാവരുടെ നമ്മുടെ ഈ കാണുന്ന ഈ 60 വയസ്സ് കാണാൻ പറ്റുന്നത് ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയുന്നത് വിചാരിക്കപ്പെടും. കാരണം 60 വയസ്സുള്ള വ്യക്തി നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ആവശ്യകത എന്നത് ഈ 60 വയസ്സിൽ പുണ്യമാണ്. കാരണം ഒരു കുട്ടിയോട് അവരുടെ ഉപ്പ പറയുന്നത് ഇന്ന് ഒരു അന്ത്യജനസഭ പറയുമ്പോൾ ആ കുട്ടി ഇവരോട് പറയുന്നത് പോകാം അതിന്റെ ആവശ്യം വരുമ്പോൾ ആ ഉപ്പ മനോട് പറഞ്ഞു. അതായത് ഞാൻ ഇന്ന് 60 വയസ്സ് കഴിഞ്ഞത് കൂട്ടായ്മയിലേക്കാണ് പോകുന്നത്. 60 വയസ്സ് കഴിഞ്ഞതിന്റെ കൂട്ടായ്മയിലേക്കാണ് ഞാൻ പോകുന്നത്. നിനക്കിന്ന് 40 വയസ്സ്. നീ 60 വയസ്സ് പൂർത്തീകരിക്കുന്നതിന് ഒരു കാര്യമില്ല. അങ്ങനെ 60 വയസ്സ് പൂർത്തീകരിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തിത്വ കൂട്ടായ്മയിലേക്കാണ് ഞാൻ പോകുന്നത്. അതാണ് എന്റെ പ്രചോദനം. അതുകൊണ്ട് ഞാൻ എന്തായാലും തന്നെ ചെയ്യുമെന്ന് പറയുന്ന ആ ഉപമാരുടെ കൂട്ടായ്മയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കത്തക്ക രീതിയിൽ നമ്മുടെ പോലീസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എവിടെ പോയാലും ആരെയും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ലഹരിയും ലഹരി മറന്നയും ഈ വളർന്ന ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്വന്തം ജന്മം തന്ന ഉമ്മയെ അമ്മയെ കാലത്ത് വന്നവരെയും ദിവസത്തിലാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിനെ പറയാൻ ഒരു ഉമ്മയെ ഉമ്മയെ ചേരുന്ന ഒരു വാക്ക് പോലും പറയുന്നത് ആ ഒരു ഉമ്മ എന്ന ജന്മം തന്ന ഉമ്മയെ ആൾക്കാർ കേട്ട വിഷയത്തിൽ നമ്മൾ ചെയ്യുന്നത് പറയുന്ന ഒരു
കാലഘട്ടത്തിലാണ് നമ്മൾ സ്വന്തം ജന്മം നൽകിയ മാതാപിതാക്കളെ മക്കൾ സ്വന്തം വ്യക്തിപ്പെടുന്ന മക്കൾ ഇത് വ്യക്തികളാൻ കൊല ചെയ്യപ്പെടുകയും കൊന്നൊടുക്കുകയും ഒരു പിതാവിനെ മർദ്ദിച്ചു കൊന്ന ഒരു സംഭവം ഒരുപാട് വേദനാജനകമായി എത്തിക്കുന്ന ഒരു സംഭവം നമ്മുടെ സിനിമകൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വേദന ആ ബഹുമാനപ്പെട്ട അമീറ്റെ ഒരുപാട് അതുപോലെ ആദ്യമായ അംബാസഡറുള്ള കുഞ്ഞുമോനുള്ള ഇവിടെ എന്റെ ബഹുമാനായ രക്ഷിതാക്കൾ നിങ്ങളുടെ അതിൽപ്പെട്ടവരാണ് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പോലെയുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ബോധവൽക്കരണം കൊടുത്ത് മക്കളെ നല്ല വഴിയിലേക്ക് നയിക്കുമ്പോൾ ഈ ലഹരി മാറ്റങ്ങൾ ഞങ്ങൾക്ക് നേരെ പോകുവാനുള്ളത് ഞങ്ങൾ അതിനൊന്നും നടത്താറുണ്ട്. ഞങ്ങൾ 2 വർഷത്തോളമാണ് 2 പരിപാടികൾ നമ്മളുടെ അടുത്തേക്ക് അതായത് ഗാന്ധി ജയന്തി ദിവസമായ ഒക്ടോബർ 2-ാം തീയതി ഒരുപാട് കഴിഞ്ഞ 2-ാം തീയതി കർണാടക സ്പീക്കറാണ് വലിയ പരിപാടിയാണ്. കാരണം മക്കൾ കാരണം നമ്മൾ ജന്മം കൊടുത്ത മക്കൾ കാരണം രോഗികളായ ഒരുപാട് മാതാപിതാക്കൾ രക്ഷിതാക്കൾ ജാതി മതമില്ലാതെ നമ്മൾക്ക് ജാതിയോ മതമോ നിറമോ കൂടിയോ രാഷ്ട്രീയമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം നമ്മുടെ നാട് എന്നാണ്. നമ്മുടെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ കൊടുക്കണം. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. പക്ഷേ ആരെങ്കിലും എന്റെ പേര് അമ്പതല്ലാണ് നിങ്ങളുടെ മകൻ ഇന്നൊരു കുറ്റപ്പെട്ട ഒരു പരിപാടികൾ പോകുന്നത് നിങ്ങളുടെ മകന്റെ സ്വഭാവം ശരിയല്ല എന്ന് എന്നോട് പറഞ്ഞാൽ എന്റെ മകനെന്നെ എന്റെ മകൻ ഞാൻ എന്റെ കുടുംബത്തിൽ പറഞ്ഞതാണ്. അവിടെയാണ് നമുക്ക് പറ്റുന്നത്. ഒരിക്കലും നമ്മുടെ ശ്രമിക്കരുത്. നമ്മുടെ പക്ഷേ നമ്മുടെ മണിയല്ല പറയുന്നത്. ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ അവർ സ്കൂളിലേക്കും കോളേജിലേക്കും മറ്റും പോകുന്നതാണ്. അവിടെ ചെന്നിട്ട് അവർ പഠിക്കുന്നതായ ഈ മക്കളെ സംരക്ഷണത്തിന് നമ്മൾ എന്നും നമ്മളെ വീക്ഷിക്കണം നിരീക്ഷിക്കണം. എന്നിട്ട് നമ്മൾ അവരുടെ ചെയ്യണം, അവരുടെ സ്വഭാവം നിരീക്ഷിക്കണം. എന്നിട്ട് അവരുടെ ബോധവൽക്കരണം നടത്തണം. നമ്മൾ അമിതമായി നമ്മളെ വിശ്വസിക്കണം. ഇന്ന് തൊട്ടടുത്തവരിൽ നിന്നും തേങ്ങ കൊടുക്കാനെന്ന് പറഞ്ഞ് കുട്ടികളുടെ ഒരു സംഭവം ഇത് ഏതൊരു മക്കൾ ചെയ്യും ഇല്ല. പക്ഷേ ഈ ലഹരിയാണ് പഞ്ചസാര തെളിയോട് ബന്ധപ്പെട്ടുള്ള MDMA അനുഭവം മൂക്കിൽ കൂടിയോ വായിൽ കൂടിയോ ചെന്നാൽ പിന്നെ അവർ കഴിക്കാതെ ആ ലഹരി ഉപയോഗിക്കാതെ ഒരിക്കലും അവർക്ക് ജീവിക്കാൻ സാധ്യത. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി ചെറിയ പിഞ്ചു കുട്ടികൾ പോലും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും, കോളേജിലും സ്കൂളിലും ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലഹരിന്റെ കേന്ദ്രങ്ങൾ, ലഹരി വിതരണക്കാർ പല സ്കൂളിലെയും കോളേജിലെയും അങ്ങാടിയിലുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ നിരന്തരമായി നിരീക്ഷിക്കണമെന്നും നമ്മുടെ പരിസരത്തിൽ നമുക്ക് പരിചയമില്ലാത്ത പുതുമുഖങ്ങളെ ആരെങ്കിലും സ്കൂളിന്റെ വെള്ളത്തിലോ അതല്ലെങ്കിൽ അങ്ങാടിയിലോ ഒക്കെ കാണുമായെങ്കിൽ ഞാൻ അതിനെ ശ്രദ്ധിക്കണമെന്നും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്.